ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഹവർ. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മൈദ, ഉപ്പ്, പഞ്ചസാര, വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് പൊറോട്ട തയ്യാറാക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പരന്ന പാത്രം എടുക്കാം. ഇതിലേക്ക് 1/2 കിലോ മൈദ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട കിട്ടൂ. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. അധികം തിക്കാവാതെയും എന്നാൽ അധികം ലൂസാവാത്തുള്ളൊരു പരുവത്തിലായിരിക്കും അത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ 1/2 കിലോ മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 10 പൊറോട്ടക്കുള്ള ഉരുളകൾ കിട്ടും. നമ്മുടെ ടേബിൾ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടേബിളിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. നോർമലി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഈ ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്റർ വരെ ഒന്ന് കീറി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് ചുറ്റിയെടുക്കാം.
ഇതുപോലെ ഒരു കോൺ ഷേപ്പിലായിരിക്കും വരിക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ അടിഭാഗം മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ വരും. ഞാൻ ആദ്യമൊക്കെ പൊറോട്ട വീശി ചുറ്റിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. എൻ്റെ ഫ്രണ്ട് നിഷയാണ് ഈ രീതി എനിക്ക് പറഞ്ഞു തന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു രീതിയാണിത്. ഇതുപോലെ നമുക്കിനി എല്ലാ പൊറോട്ടയും ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കോൺ ഷേപ്പിലൊന്ന് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പൊറാട്ട ഒക്കെ നമ്മളിങ്ങനെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യം നമ്മൾ ഏതാണോ ചെയ്ത് വെച്ചത് അതെടുത്തിട്ട് പരത്തിയെടുക്കാം. ഇത് റെസ്റ്റിങ്ങിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടി കുഴച്ച് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പൊറാട്ടയാണ്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊറാട്ടയും ചുട്ടെടുക്കാം. രണ്ട് ഭാഗവും ഒന്ന് ചെറുതായി വെന്തതിന് ശേഷം മറിച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം.
ഇതുപോലെ എല്ലാ പൊറാട്ടയും പരത്തി ചുട്ടെടുക്കാം. രണ്ട് മൂന്ന് പൊറോട്ട ചുട്ടെടുത്തിട്ട് ചൂടാറുന്നതിന് മുമ്പ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് കൈകൊണ്ട് ഒന്ന് അടിച്ചെടുക്കണം. പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൈ വെച്ചിട്ടും പൊറോട്ട പരത്തിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിത് മാവൊക്കെ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുഴച്ച ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പൊറാട്ടയാണ്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വേറെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. All of you take care and thanks for watching.